welcome back to our class. So, we will study MSc University BCom subject paper Principles of Marketing Unit 1 that is Introduction to Marketing. Okay, so we will study Introduction to Marketing. So, first of all, we will marketing. Marketing according to Philip Kotler, a market consists of all the potential customers showing a particular need or want who might be willing to be able and to engage or exchange their satisfy their need or want. Okay, market എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനുമുള്ള ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു മാർക്കറ്റിന്റെ എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിംഗിലെ മെയിൻ എലമെന്റ്സ് ആയിട്ട് പറയുന്നതാണ് place, demand, then seller, buyer, price, government regulation, product specification. Okay, so three കാര്യങ്ങളാണ് എന്ത് മാർക്കറ്റിന്റെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് നോക്കാം. ഓക്കെ, എന്താ മാർക്കറ്റ്? നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമുക്കറിയാം എന്തൊക്കെ ഒരുപാട് ഇനീഷ്യേറ്റ് ചെയ്യാനും അത് കണ്ടക്ട് ചെയ്യാനും ആ ട്രാൻസാക്ഷൻ ഫൈനലൈസ് ചെയ്യാനും ഒക്കെ ഇതെല്ലാം ഇതാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ according to American Marketing Association, marketing is a process of planning and executing the conception, pricing, promotion and distribution of ideas, goods and services to create, exchange the satisfy individual to organizational objective. Okay, marketing കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സംരക്ഷ വിപണന കേന്ദ്രം എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ പ്രൈസിങ് ആയാലും അത് പ്രൊമോഷൻ ആയാലും ഒക്കെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഐഡിയാസ് ആയാലും അതേപോലെ എല്ലാം അതായത് നമുക്കൊരാൾക്ക് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് കുറച്ച് മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്താണ് സാറ്റിസ്ഫൈ ദ കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. ഇതിനെന്താണ് മാർക്കറ്റിംഗ് എന്താണ് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഇറ്റ് എക്സ്ചേഞ്ച് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. ദെൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ ഒരു സോഷ്യൽ കൺസെപ്റ്റോട് കൂടിയിട്ടുള്ളതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ മാർക്കറ്റിംഗ് ക്രിയേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. മാർക്കറ്റിംഗ് എന്നിട്ട് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലെ. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് എ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ. ഓക്കെ, മാർക്കറ്റിംഗ് എന്നിട്ട് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ എന്താണ് മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആണ്. അതേപോലെ വരുന്നതാണ് മാർക്കറ്റിംഗിന് വരുന്ന ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ഒന്നെന്താണ് ക്രിയേഷൻ ഓഫ് ഡിമാൻഡ് അല്ലെ. ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ ക്യാപ്ചറിങ് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാണ്ട്. ദെൻ എന്താ സർവീസ് ടു സൊസൈറ്റി. ദെൻ മാർക്കറ്റിംഗ് പോളിസീസ്. ദെൻ ഓൾസോ ഇറ്റ് ബിൽഡ് ഗുഡ് വിൽ. ഓക്കെ, ഗുഡ് വിൽ ബിൽഡ് ചെയ്യാനും അതേപോലെ ഒരുപാട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ഒക്കെ എന്താണ് മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു അടുത്ത ടോപ്പിക്കാണ് ഇതിൽ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? സോ ഏതൊക്കെയാണ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നതാണ് മാർക്കറ്റിംഗ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷൻ ആണ് എക്സ്ചേഞ്ച് ഫങ്ഷൻ. ഓക്കെ, എക്സ്ചേഞ്ച് ഫങ്ഷനിൽ വരുന്നതാണ് ബൈയിങ്ങും സെല്ലിങ്ങും. ഓക്കെ, ബൈയിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മെയിൻ ആയിട്ടുള്ള മാർക്കറ്റിംഗിന്റെ ഒരു ഫങ്ഷൻ ആണ് ബൈയിങ് എന്ന് പറയുന്നത്. ബൈയിങ് മീൻസ് procuring raw materials by producer from sources of supply or channel and it's buying the finished goods from producers for resale. ഓക്കെ, നമ്മൾ എന്താണ് അതായത് റോ മെറ്റീരിയൽസിലെ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് അത് വാങ്ങിയിട്ട് അത് എന്ത് ചെയ്യാണ് നമ്മൾ റീസെയിലെ അതായത് എന്താണ് റീസെയിൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് അത് പിന്നീട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി റീസെയിൽ ആയി കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ബൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സെല്ലിംഗ് മീൻസ് നമുക്കറിയാം ട്രാൻസ്ഫറിംഗ് ദ റൈറ്റ് ഓവർ ദ ഗുഡ്സ് ടു ദ ബയർ ഫോർ കൺസിഡറേഷൻ. ഓക്കെ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷന്റെ ഗ്രോത്ത് എന്ന് പറയുന്ന സെല്ലിംഗിലാണ് അല്ലെ. അവിടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മിക്ക പ്രൊഡക്റ്റും വിറ്റ് പോവുക എന്നുള്ളതായിരിക്കും എന്ത് ഏതൊരു ഓർഗനൈസേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെല്ലിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഡിസ്കൗണ്ട്, വോളിയം, കൈൻഡ് ഓഫ് ഗുഡ്സ്, അതേപോലെ അതിന്റെ ക്വാളിറ്റി, ഡൗൺ പേയ്മെന്റ്, ഇൻസ്റ്റാൾമെന്റ് ഡെലിവറി ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെല്ല് ചെയ്യാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആയിട്ട് പറയുന്നത് രണ്ടാമത്തെ ഫിസിക്കൽ സപ്പോർട്ട് ഫംഗ്ഷൻ. ഓക്കെ, ഫിസിക്കൽ സപ്പോർട്ട് ഫംഗ്ഷനിൽ വരുന്നതാണ് ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ്. ഓക്കെ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് നമ്മുടെ ഫിസിക്കൽ സപ്പോർട്ടിൽ വരുന്നതാണ് അല്ലെ. അതായത് നമുക്കൊരു മെറ്റീരിയൽ മറ്റൊരിടത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് അല്ലെ. നമുക്ക് എന്താ സർട്ടൻ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യണം
സീസണൽ ആയിട്ടാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൺസെപ്ഷൻ ചെയ്യാൻ നമുക്ക് അവിടെ എന്ത് ആവശ്യമാണ്? ദാറ്റ് ഈസ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർ ഹൗസിംഗ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നതാണ് ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷൻ. ഓക്കെ, ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ് ഫിനാൻസിങ്, റിസ്ക് ബിയറിംഗ്, സ്റ്റാൻഡർഡൈസേഷൻ, ഗ്രേഡിംഗ് അഥവാ മാർക്കറ്റ് ഇൻഫോർമേഷൻ, പാക്കേജിംഗ്. ഓക്കെ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ദാറ്റ് ഈസ് നമുക്ക് വരുന്ന ഫെസിലിറ്റേറ്റിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ഫിനാൻസിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ ഇതാണ്, അതായത് എന്താ, നമുക്കറിയാം പ്രോഫിറ്റ് ആണ് നമ്മളെ ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് എന്നറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു ഫംഗ്ഷൻ, ഒരു ഡേ ടു ഡേ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എന്ത് വേണം? അതിന്റെ റിക്വയർഡ് മണി വേണം, ആവശ്യമാണ്. ഓക്കെ, ദെൻ അത് റിസ്ക് ബിയർ ചെയ്യാൻ നമ്മളിലെ എന്ത് റിസ്ക് ഉണ്ടെങ്കിലും നമ്മൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ഓക്കെ, ഗ്രേഡിംഗ് ആവശ്യമാണ്, പാക്കേജിംഗ് ആവശ്യമാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ പറയുന്നതാണ് മോഡേൺ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മോഡേൺ ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നതാണ് ഏതൊക്കെ? കോൺട്രാക്ട് ഫംഗ്ഷൻ ഉണ്ട്, മെർക്കൻഡൈസ് ഫംഗ്ഷൻ ഉണ്ട്, പ്രൈസിംഗ് ഫംഗ്ഷന്, ദെൻ നമുക്കറിയാം ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഒക്കെ ഇതൊക്കെ മോഡേൺ മാർക്കറ്റിംഗിൽ വരുന്നതാണ്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗിൽ വരുന്നത്. മെയിൻലി ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട ടോപ്പിക് ആണ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, എന്താണ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് നോക്കാം. ഓക്കെ, നമുക്ക് ഓരോ എറകളാണ് എവല്യൂഷനിൽ പറയാനുള്ളത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ റിലേഷൻഷിപ്പ് കൺസെപ്റ്റ് എന്ന് പറയും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ആണ് പറയാനുള്ളത്. നമുക്കറിയാം പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, കൺസ്യൂമേഴ്സ് കൂടുതൽ എന്താ പ്രൊഡക്ട്സിന്റെ അവൈലബിലിറ്റിയും അത് എത്രത്തോളം അവർക്ക് അഫോർഡബിൾ ആവാൻ കഴിയും എന്നാണ് എന്ത് ചെയ്യണത്, പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ അവർ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ നോക്കുന്നത് എന്താണ്, ക്വാളിറ്റി, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏതിൽ നോക്കണേ, പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ നോക്കുന്നത്. ഓക്കെ, ദെൻ സെയിൽസ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനിന്റെ പ്രൊഡ്യൂസേഴ്സ് അഥവാ അത് എത്രത്തോളം അവർ സെല്ല് ചെയ്യുന്നുണ്ട്, ഓക്കെ, എങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് ഏത് സെല്ലിംഗ് കൺസെപ്റ്റിൽ നോക്കുന്നത്. ദെൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് പറയുമ്പോൾ എന്താണ്, അവരുടെ നീഡ്, വാണ്ട്, ഓക്കെ, എത്രത്തോളം അവർക്ക് ആ ഒരു മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഓക്കെ, എത്രത്തോളം എന്തുണ്ട് കോമ്പറ്റീറ്റേഴ്സ് അവിടെ ഉണ്ട്, ഇതൊക്കെ വേണം മാർക്കറ്റിംഗ് കൺസെപ്റ്റിൽ നോക്കുന്നത്. ഓക്കെ, ദെൻ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ നീഡ് ആൻഡ് വാണ്ട്സും അതേപോലെ അവരുടെ സുപ്പീരിയർ വാല്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെലിവർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ നോക്കുന്നത്, റിലേഷൻഷിപ്പ് മാർക്കറ്റിൽ നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് എന്ത് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ പറയുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റ് ആണ്. ഓക്കെ, മാർക്കറ്റ് ഒരുപാട് ടൈപ്പ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആണ് ഇത് പറയുന്നത് മാർക്കറ്റ് ഓൺ ദ ബേസിസ് ഓഫ് പർച്ചേസ് ആൻഡ് കൺസെപ്ഷൻ. ഓക്കെ, പർച്ചേസ് ആൻഡ് കൺസെപ്ഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ കൺസ്യൂമർ മാർക്കറ്റ്. ഓക്കെ, കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് പെട്ടെന്ന് കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ വിൽക്കപ്പെടുന്ന മാർക്കറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫുഡ് ഗ്രെയിന്, സോപ്പ്, ഡിറ്റർജന്റ്, ഷാംപൂ, ഇതൊക്കെ എന്താണ് പെട്ടെന്ന് ഒരാൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന അല്ലെ, സാധാരണയായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മാർക്കറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഏത് പറയുന്നത്, കൺസ്യൂമർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ആണ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഇൻഡിവിജ്വലോ ഒരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്രൊഡക്റ്റുകൾക്കാണ് എന്ത് പറയുന്നത്, ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താ, ഇപ്പൊ നമ്മൾക്കൊരു കോട്ടൺ ഡ്രസ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് വേണം അല്ലെ, അതെന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, കോട്ടൺ എടുക്കണം. അതേപോലെ അങ്ങനെ ഒരുപാട് ഇതുകൾ കഴിഞ്ഞിട്ട് എത്തിക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയൽ മാർക്കറ്റോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ജോഗ്രഫി. ജോഗ്രഫിന്റെ ബേസിസിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞാൽ ഫാമിലി മാർക്കറ്റ് ആണ്. ഓക്കെ, അതായത് എന്താ, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മാർക്കറ്റുകൾ പറഞ്ഞു. പിന്നെ ലോക്കൽ മാർക്കറ്റ് അല്ലെ, സാധാരണയായിട്ട് ആളുകൾ വാങ്ങപ്പെടുന്നതായിട്ടുള്ള അവരുടെ അടുത്തുള്ള ഇതിലുള്ള മാർക്കറ്റുകളാണ് ലോക്കൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് നാഷണൽ മാർക്കറ്റ് ആണ്. നാഷണൽ മാർക്കറ്റ് പറഞ്ഞാൽ അതായത് എന്താ, നമ്മളെ ത്രൂ ഔട്ട് ദ കൺട്രിയിലുള്ള ടൈപ്പ് ഓഫ് മാർക്കറ്റ് അല്ലേ, ചിലപ്പോൾ അർബൻ ഏരിയ അല്ല മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ എന്താണ് കോസ്മോപൊളിറ്റൻ ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന മാർക്കറ്റ് ആണ് നാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നതാണ് ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് നോർമലി എന്ത് ചെയ്യാണ്, ഡിമാൻഡ് ചെയ്യുന്ന ത്രൂ ഔട്ട് ദ കൺട്രി ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ, അതായത് അക്രോസ് ദ ഗ്ലോബൽ വേൾഡ് നമുക്ക് ഉദ്ദേശിക്കാം. ഓക്കെ, അങ്ങനെയുള്ള മാർക്കറ്റുകളെയാണ് എന്ത് പറയുന്നത്, ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഒരു മാർക്കറ്റ് ആണ് എന്ന് പറഞ്ഞ കമോഡിറ്റി മാർക്കറ്റ്. ഓക്കെ, കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ഗുഡ്സ് ആർ ബ്രോട്ട് ആൻഡ് സോൾഡ് അല്ലെ, ഗുഡ്സ് ബ്രോട്ട് ആൻഡ് സോൾഡ് ആയിട്ടുള്ള മാർക്കറ്റുകൾ അല്ലെ. അതായത് നമുക്കറിയാം ഓരോ കാര്യങ്ങളായിട്ട് മാനുഫാക്ചർഡ് മാർക്കറ്റ്, ഓരോ ഇതായിട്ട് വരുന്ന കാറ്റഗറീസ് ആയിട്ട് വരുന്ന മാർക്കറ്റുകളാണ് കമോഡിറ്റി മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിനാൻഷ്യൽ നീഡ്സ് കൺസിഡർ ചെയ്യുന്ന മാർക്കറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ പറയാം. ഓക്കെ, പിന്നീട് പെട്ടെന്ന് സെറ്റിൽമെന്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റുകളാണ് ഏത്? സ്പോട്ട് മാർക്കറ്റ്, ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയില്ലേ. സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് അല്ലേ. ആൻഡ് ആൾസോ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗുഡ്സ് ഡെലിവറി അത് സെറ്റിൽ ചെയ്യുന്നത് എന്താ? ഒരു ഫ്യൂച്ചർ പീരിയഡ് ഓഫ് ടേംസിൽ വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്യൂച്ചർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നതാണ് നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ മാർക്കറ്റ് അല്ലേ. നമ്മൾ വൻ തോതിൽ അതായത് ഗുഡ്സ് ഒരു ബൾക്കായിട്ട് നമ്മൾ വാങ്ങിയിട്ട് അത് റീറ്റെയിലേഴ്സിന് ചില്ലറയായിട്ട് നമ്മൾ കൊടുക്കപ്പെടുന്നതിനാണ് ഏത് പറയുന്നത്? ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹോൾസെയിലേഴ്സിന്റെ നിന്ന് മാർക്കറ്റ് അതായത് ഗുഡ്സ് വാങ്ങിച്ചിട്ട് അത് എന്താണ് നമ്മൾ കൺസ്യൂമേഴ്സിന് ആവശ്യാനുസരണം അവർക്ക് കൊടുക്കുന്ന മാർക്കറ്റിനാണ് ഏത് പറയുന്നത്? റീറ്റെയിൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ ബേസ്ഡ് മാർക്കറ്റിൽ ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഏതൊക്കെ? പെർഫെക്റ്റ് മാർക്കറ്റ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് അല്ലെ. പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ പ്ലേ ഓഫ് മാർക്കറ്റ് ഫോഴ്സസിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് റെസ്ട്രിക്ഷനോട് കൂടിയിട്ടുള്ള മാർക്കറ്റാണ് എന്ത് പറയുന്നത്? ഇംപെർഫെക്റ്റ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് വൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് എന്ത്? നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറയും. ഓക്കെ, നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് സെഗ്മെന്റുകളെ ടാർഗറ്റ് ചെയ്തിട്ട് കൊണ്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? നിശ്ചയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ കൂടുതലായിട്ട് അവരുടെ യുണീക്ക് നീഡ്സ്, അതേപോലെ പ്രിഫറൻസ്, അവരുടെ ഡിമാൻഡിലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിന്റെ അത് മാത്രം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? നിശ്ചയ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? മാർക്കറ്റിംഗിൽ വരുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ പറയുന്നുണ്ട് കുറച്ച് റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ഇന്നോവേറ്റീവ് മോഡേൺ മാർക്കറ്റിംഗുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? ഡിമാർക്കറ്റിംഗ്, പിന്നെ റീമാർക്കറ്റിംഗ്, ഓവർ മാർക്കറ്റിംഗ്, ദെൻ മെറ്റാ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയും. ഓക്കെ, ദെൻ എന്താണ് ഡിമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ മാനേജ്മെന്റിന്റെ എക്സസ് ഡിമാൻഡുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റ്, അത് സപ്ലൈലർ എക്സസ് ഡിമാൻഡ് വന്ന മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? ഡിമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ യൂസേഴ്സിന് അല്ലെ, എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് പുതിയ യൂസേഴ്സിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? റീമാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ഓവർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഇൻക്രീസ്ഡ് സെയിൽസ്, അതായത് എന്താ? നമ്മൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക? സെയിൽസ് ജനറേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഓവർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയോണ്ട് ആസ് മെറ്റാഫിസിക്സ് എന്ന് പറയും അല്ലെ. നമ്മൾ എല്ലാ എന്ത് ചെയ്യാണ്? എല്ലാ സപ്ലൈയേഴ്സും ഒരു കോംപ്ലിമെന്ററി പ്രൊഡക്ട്സോ സർവീസോ ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന മാർക്കറ്റിനാണ് എന്ത് പറയുന്നത്? മെറ്റാ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഗ്രീൻ മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഡെവലപ്മെന്റ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെന്താ? നമ്മളെ എൻവയോൺമെന്റിനെ ഹാം ചെയ്യാത്ത രീതിയിലുള്ള എല്ലാ ടൈപ്പ് മാർക്കറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ്. സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സൊസൈറ്റിയോട് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് നമുക്ക് വന്ന മാർക്കറ്റിംഗിനെയാണ് എന്ത് പറയുന്നത്? സൊസൈറ്റബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ആൾസോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് മാർക്കറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ. നമ്മൾ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ആളുകളിലേക്ക് എന്ത് ചെയ്യാണ്? അവരുടെ റെസ്പോൺസ് ഡയറക്റ്റ് ആയി കേട്ട് അവർക്ക് എന്ത് ചെയ്യാൻ? സാധനങ്ങൾ വിൽക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് മെയിൻലി ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ ഏതൊക്കെയാണ് നോക്കി. ഓക്കെ, ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കുറച്ച് ചാനൽസ്, എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ടാവാൻ നമുക്ക് നോക്കാം. ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് സെല് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ എന്താണ്? ഡയറക്റ്റ് മെയിൽ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഒരു കാറ്റലോഗ് കണ്ടിട്ട് മാർക്കറ്റ് ചെയ്യാറുണ്ട്. ടെലി മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ. അതേപോലെ എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻ ഒരുപാട് സ്ഥലത്തിൽ, ഒരുപാട് ഇൻഫോ പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ വരെ എന്തുണ്ട്? ഓട്ടോമാറ്റഡ് വെൻഡിങ് മെഷീൻസ് അവൈലബിൾ ആണ് അല്ലേ. പിന്നെ എന്താണ്? ടെലിവിഷൻ, ഹോം ഷോപ്പിംഗ് ആയിട്ടുള്ള മാർക്കറ്റുകൾ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്.
ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗിൽ നമുക്ക് വരുന്നതാണെന്ന് പറയാം. ഓക്കെ, ദെൻ അറ്റ് ലാസ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഓക്കെ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആണ് നമ്മൾ ഡിവൈഡിങ് ദ മാർക്കറ്റ് ഇൻ ടു സെഗ്മെന്റ്. ഓക്കെ, നമ്മൾ എന്താ മാർക്കറ്റുകളെ ഓരോ ഇതിലാക്കി ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റ് അല്ലെ. അക്കോർഡിംഗ് ടു ദയർ ക്യാരക്ടറിസ്റ്റിക്സ്, കൺസ്യൂമേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ എന്താണ് മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാർക്കറ്റ് സെഗ്മെന്റേഷന്റെ ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് ഇവിടെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇറ്റ് ബീങ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്പ് ടു യൂട്ടിലൈസ് ദ മാർക്കറ്റിംഗ് റിസോഴ്സ് എഫക്റ്റീവ്ലി, ഇറ്റ് ഹെൽപ്പ് ദ മാർക്കറ്റേഴ്സ് ടു അഡോപ്റ്റ് ഹൈ സ്ട്രാറ്റജി. ഓക്കെ, ആൻഡ് ഇറ്റ് ആൾസോ ഇവാലുവേറ്റ് ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതൊക്കെ ഇതിൽ പെട്ടതാണ്, മാർക്കറ്റിംഗ് സെഗ്മെന്റേഷന്റെ അഡ്വാൻറ്റേജസ് ആയി പറയുന്നതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളതാണ് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ. മാർക്കറ്റ് സെഗ്മെന്റേഷനിൽ വരുന്ന കുറച്ച് മെത്തേഡുകളോ ടെക്നിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് ഏതൊക്കെ, ജോഗ്രഫിക് സെഗ്മെന്റേഷൻ ഉണ്ട്, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ, സോഷ്യോ എക്കണോമിക് സെഗ്മെന്റേഷൻ, പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ, വോളിയം സെഗ്മെന്റേഷൻ, ബെനിഫിറ്റ് സെഗ്മെന്റേഷൻ, മാർക്കറ്റ് ഫാക്ടർ സെഗ്മെന്റേഷൻ. ഓക്കെ, സൈക്കോഗ്രാഫിക് ഉണ്ട്, ബിഹേവിയറൽ ഉണ്ട്. ഓക്കെ, ജോഗ്രഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്താണ് ഓരോ നാഷന്, സിറ്റീസ്, നൈബർഹുഡ്, അങ്ങനെ നമ്മൾ എന്താ ഒരു ഡിഫറെന്റ് ജോഗ്രഫിക്കൽ യൂണിറ്റ്സ് വെച്ച് നമ്മൾ ഇതാക്കുന്ന മാർക്കറ്റുകളെ അല്ലെ, ലൊക്കേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ് മാർക്കറ്റുകളെ ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനാണ് എന്ത് പറയുന്നത്, ജോഗ്രഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ ഏജ്, ജെൻഡർ, ഫാമിലി സൈസ്, ഫാമിലി ലൈഫ് സൈക്കിൾ, ഇൻകം, ഒക്കുപേഷൻ എക്സെട്ര അല്ലെ, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ് സെഗ്മെന്റ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡെമോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യോ എക്കണോമിക് സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അവരുടെ മിഡിൽ ഇൻകം ഗ്രൂപ്പിലെ ഹയർ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെ അവരുടെ ഓരോ ഇൻകം ഗ്രൂപ്പ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്, സോഷ്യോ എക്കണോമിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ. പ്രൊഡക്റ്റ് സെഗ്മെന്റേഷൻ നമ്മൾ പ്രൊഡക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ, നമുക്ക് പ്രസ്റ്റീജ് ഗുഡ്സ് ഉണ്ട്, മെച്യൂരിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്, സ്റ്റാറ്റസ് പ്രൊഡക്റ്റ് ഉണ്ട്, ആൻഷ്യേറ്റി പ്രൊഡക്റ്റ് ഉണ്ട്, ഫങ്ഷണൽ പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, നമ്മൾ ഏതിൽ വരുന്ന പ്രൊഡക്റ്റ് സെഗ്മെന്റേഷനിൽ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് സൈക്കോഗ്രഫിക്. ഓക്കെ, സൈക്കോഗ്രഫി എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ ഇതാക്കുക, ചില അഗ്രസീവ്നെസ് നോക്കിയിട്ട്, അച്ചീവ്മെന്റ് ഇതാക്കിയിട്ടോ, മോട്ടിവേഷൻ ഇതാക്കിയിട്ടോ, അങ്ങനെ ഇതാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സൈക്കോഗ്രാഫിക് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ നോളജ്, ആറ്റിറ്റ്യൂഡ്, അവരുടെ യൂസ്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബിഹേവിയറൽ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനുള്ള ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മെയിൻ ആയിട്ട് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ, മാർക്കറ്റിംഗിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഹോപ്പ് യു ഓൾ ആർ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദെൻ താങ്ക് യു.